എന്താണ് സ്പോർട്സ് ഡെന്റിസ്ട്രി? ഡോക്ടർ സുനിൽ ബാബു സംസാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കായിക മേഖലയിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. സ്പോർട്സ് ഡെന്റിസ്ട്രി. സ്പോർട്സ് മെഡിസിനിൽ ഒരു ദന്ത ഡോക്ടറുടെ പങ്ക് സ്പോർട്സ് ഡെന്റിസ്ട്രി എന്നറിയപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് മേഖലയാണ്. കായികപരമായ പരിക്കുകളുമായി ബന്ധപ്പെട്ട് വായും മുഖവും സംബന്ധിച്ച മുറിവുകളുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഊന്നൽ നൽകുന്ന ഒരു പ്രത്യേക ശാഖയാണ് സ്പോർട്സ് ഡെന്റിസ്ട്രി. ഇതിൽ പരിക്ക് തടയൽ അഥവാ ഇഞ്ചുറി പ്രിവെൻഷൻ, അടിയന്തര പരിചരണം അഥവാ എമർജൻസി മാനേജ്മെൻറ്റ്, ക്ഷതങ്ങളുടെ ചികിത്സ, കൂടാതെ കായിക താരങ്ങൾ, പരിശീലകർ, രക്ഷിതാക്കൾ എന്നിവർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഉൾപ്പെടുന്നു. കായിക രംഗത്ത് അസ്ഥി ഒടിയുന്നതോ തലച്ചോറിന് ക്ഷതമേൽക്കുന്നതോ പോലെ പല്ലുകൾക്കുണ്ടാകുന്ന പരിക്കുകൾ പലപ്പോഴും സാരമുള്ളതാകാം. അവ വേദനാജനകവും ചികിത്സിക്കാൻ ചെലവേറിയതും ഒരു കായിക താരത്തിൻ്റെ ആരോഗ്യത്തിലും ആത്മവിശ്വാസത്തിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. കായിക താരങ്ങളെ സുരക്ഷിതമായും അവരുടെ പുഞ്ചിരിക്ക് കോട്ടം തട്ടാതെയും കളിക്കളത്തിൽ നിലനിർത്തുവാനുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. എങ്ങനെയുള്ള പരിക്കുകളാണ് പല്ലുകൾക്ക് സാധാരണയായി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. ചെറിയ പരിക്കുകൾ മുതൽ ഗുരുതരമായവ വരെ ഇതിൽപ്പെടുന്നു. ഏറ്റവും സാധാരണമായത് പല്ല് പൊട്ടുകയോ അടർന്നു പോവുകയോ ചെയ്യുന്നതാണ്. ബാസ്കറ്റ് ബോളിൽ ഒരു കൈമുട്ട് മുഖത്തടിച്ചാലോ അല്ലെങ്കിൽ ഫുട്ബോളിലോ ക്രിക്കറ്റിലോ പന്ത് കൊണ്ടാലോ ഇത് സംഭവിക്കാം. കൂടുതൽ ഗുരുതരമായ അവസ്ഥയിൽ ഒരു പല്ല് പൂർണ്ണമായും ഇളകിപ്പോകാം. ഇതിനെ നമ്മൾ അവൾഷൻ എന്ന് പറയും. കുട്ടികൾ മൈതാനത്ത് ഓടിക്കളിക്കുമ്പോൾ മുഖമടിച്ചുള്ളൊരു വീഴ്ച പോലും ഇതിലേക്ക് നയിക്കാം. പല്ലുകൾക്ക് പുറമെ വായുടെ മൃദുവായ ഭാഗങ്ങളായ ചുണ്ടുകൾ, മോണ, നാവ്, കവിളുകൾ എന്നിവയ്ക്കും പരിക്കുകൾ ഉണ്ടാകാം. ഒരു ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ചുണ്ടിൽ മുറിവുണ്ടാവുകയോ ഒരാഘാതത്തിൽ മോണയ്ക്ക് ക്ഷതമേൽക്കുകയോ ചെയ്യുന്നത് വളരെ വേദനയുള്ളതാണ്. ചിലപ്പോൾ സ്റ്റിച്ച് ഇടേണ്ടിയും വരും. താടിയെല്ലിന് ഒടിവ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ താടിയെല്ലിന് നേരിട്ട ആഘാതത്താൽ തലച്ചോറിന് ക്ഷതമേൽക്കുന്നത് പോലുള്ള ഗുരുതരമായ പരിക്കുകളും ഉണ്ടാകാം. ഫീൽഡ് ചെയ്യുന്നതിനിടെ തലയിൽ പന്ത് കൊണ്ട് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രമൺ ലാംബയുടെ മരണം 1998 ബംഗ്ലാദേശിലെ ധാക്കയിൽ ഒരു ക്രിക്കറ്റ് മത്സരം കളിക്കുന്നതിനിടെ നടന്ന ദാരുണമായ സംഭവമാണ്. ബാറ്റ്സ്മാൻ്റെ വളരെ അടുത്തുള്ള ഫോർവേഡ് ഷോട്ട് ലെഗ് എന്ന പൊസിഷനിൽ ഹെൽമറ്റ് ഇല്ലാതെ ഫീൽഡ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാറ്റ്സ്മാൻ അടിച്ച ഒരു പന്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ ടെമ്പറൽ അസ്ഥിയിൽ കൊള്ളുകയായിരുന്നു. മുഹമ്മദ് അലി എന്ന ഇതിഹാസ ബോക്സറുടെ കരിയറിലുടനീളം തലയ്ക്ക് ആവർത്തിച്ചേറ്റ പ്രഹരങ്ങളാണ് പാർക്കിൻസൺസ് രോഗത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. ബോക്സിംഗ് താരമായ മൈക്ക് ടൈസണും റിങ്ങിൽ വെച്ച് പല്ലുകൾക്ക് പരിക്കേറ്റ ചരിത്രമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ അപകടങ്ങളെക്കുറിച്ച് മനസ്സിലായ സ്ഥിതിക്ക് എങ്ങനെ ഇവയെ തടയാം എന്ന് നോക്കാം. പരിക്കുകൾ തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം കൃത്യമായ അളവിലുള്ള മൗത്ത് ഗാർഡ് ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങളുടെ പല്ലിനുള്ള ഒരു ഹെൽമറ്റ് പോലെ ഇതിനെ കരുതുക. ഒരു നല്ല മൗത്ത് ഗാർഡ് ആഘാതത്തെ ആഗിരണം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ പല്ലുകൾ, താടിയെല്ല്, ചുറ്റുമുള്ള കോശങ്ങൾ എന്നിവയെ സംരക്ഷിക്കുന്നു. പഠനങ്ങൾ കാണിക്കുന്നത് മൗത്ത് ഗാർഡ് ധരിക്കാത്ത കായിക താരങ്ങൾക്ക് പല്ലിന് പരിക്ക് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. പ്രധാനമായും 3 തരം മൗത്ത് ഗാർഡുകളുണ്ട്. ആദ്യം സ്റ്റോക്ക് മൗത്ത് ഗാർഡ്. ഇവ മുൻകൂട്ടി ഉണ്ടാക്കിയതും ഉടൻ ഉപയോഗിക്കാവുന്നതുമാണ്. ഇവ വില കുറവാണെങ്കിലും പലപ്പോഴും ശരിയായി ചേരില്ല. അത് ശ്വാസമെടുക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കും. ഒപ്പം സംരക്ഷണം വളരെ കുറവുമായിരിക്കും. രണ്ടാമതായി ബോയിൽ ആൻഡ് ബൈറ്റ് മൗത്ത് ഗാർഡ്. ഇത് വളരെ പ്രചാരമുള്ള ഒരു മാർഗമാണ്. കായിക സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്ന് ഇത് വാങ്ങാം. തിളച്ച വെള്ളത്തിൽ വെച്ച് വായിലിട്ട് കടിച്ചു പിടിച്ച് ഒരു ഏകദേശ അളവിൽ രൂപപ്പെടുത്താം. ഇത് സ്റ്റോക്ക് മൗത്ത് ഗാർഡിനേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിലും കൃത്യമായ ഫിറ്റ് നൽകില്ല. ഒടുവിൽ ഞാൻ എല്ലാ കായിക താരങ്ങളോടും ശുപാർശ ചെയ്യുന്നത് ഒരു ദന്തരോഗ വിദഗ്ധൻ്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന കസ്റ്റം മെയ്ഡ് മൗത്ത് ഗാർഡാണ്. ഇത് നിങ്ങളുടെ പല്ലിൻ്റെ അളവനുസരിച്ച് ഉണ്ടാക്കുന്നതിനാൽ കൃത്യമായി ചേരും. ഇത് കൂടുതൽ സൗകര്യപ്രദവും ശ്വാസമെടുക്കാനോ സംസാരിക്കാനോ തടസ്സമുണ്ടാക്കാത്തതും ഉയർന്ന സംരക്ഷണം നൽകുന്നതുമാണ്. ഒരുപാട് വേദനയും ആയിരക്കണക്കിന് രൂപയും ലാഭിക്കാൻ കഴിയുന്ന ഒരു ചെറിയ നിക്ഷേപം മാത്രമാണിത്. മൗത്ത് ഗാർഡുകൾക്ക് പുറമെ മറ്റ് സംരക്ഷണ ഉപകരണങ്ങൾക്കും വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ പോലുള്ള കായിക വിനോദങ്ങളിൽ ഹെൽമറ്റും അതിനോടൊപ്പം ഒരു ഫുൾ ഫേസ് ഷീൽഡോ കൂടെ അത്യാവശ്യമാണ്. ഇവ തലച്ചോറിന് ക്ഷതമേൽക്കാതെ സംരക്ഷിക്കുന്നതിന് പുറമെ മുഖത്തിന് നേരിട്ടുള്ള ആഘാതങ്ങൾ തടയുകയും ഒടിവുകളോ പല്ലിളകിപ്പോകാൻ സാധ്യതയുള്ള പരിക്കുകളോ ഉണ്ടാകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു ഫേസ് ഷീൽഡ് ഇല്ലാത്ത ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ തുടങ്ങിയ കായിക വിനോദങ്ങളിൽ പോലും ഒരു ഹെൽമറ്റിനൊപ്പം ഒരു ഫേസ് ഗാർഡ് ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനകരമാണ്.
ഗുണമേന്മയുള്ള മൗത്ത് ഗാർഡും കളിക്കനുസരിച്ചുള്ള മറ്റ് സംരക്ഷണ ഉപകരണങ്ങളും സംയോജിപ്പിക്കുന്നത് പരിക്കുകൾ തടയുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ്. കുട്ടികളിൽ പൊങ്ങിയിരിക്കുന്ന പല്ലുകൾ ഓർത്തഡോണ്ടിക് ചികിത്സയിലൂടെ ക്രമീകരിച്ചാൽ വീഴ്ചയിലൂടെ പല്ലുകൾ കേൾക്കുന്ന ക്ഷതം കുറയ്ക്കുവാൻ സാധിക്കും. സമീകൃത ആഹാരത്തിലൂടെയും ദന്താരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ശരിയായ രീതിയിലുള്ള ബ്രഷിങ്ങും 6 മാസം ഇടവിട്ടുള്ള ഡെന്റൽ ചെക്കപ്പും സ്കെയിലിങ്ങും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ബലമുള്ള പല്ലുകളും മോണയും അപകടമുണ്ടാക്കുമ്പോൾ ആഘാതം കുറയ്ക്കുവാൻ സഹായിക്കും. തീർച്ചയായും അപകടങ്ങൾ സംഭവിക്കാം. ഒരു പരിക്ക് സംഭവിച്ചാൽ ഉടനടി എന്ത് ചെയ്യണം? ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ നിർണായകമാണ്, പ്രത്യേകിച്ചും പല്ല് ഇളകിപ്പോയാൽ. ഒരു പല്ല് ഇളകിയാൽ അത് കണ്ടെത്തുകയും വേരിൻ്റെ ഭാഗത്ത് പിടിക്കാതെ മുകൾ ഭാഗത്ത് മാത്രം പിടിച്ച് കഴിയുമെങ്കിൽ അതേ സ്ഥാനത്തേക്ക് തന്നെ തിരികെ വയ്ക്കാൻ ശ്രമിക്കുക. അത് സാധ്യമല്ലെങ്കിൽ പല്ലൊരു ഗ്ലാസ് പാലിലോ അല്ലെങ്കിൽ സലൈൻ ലായനി അഥവാ ഉപ്പ് കലർന്ന വെള്ളത്തിൽ വെച്ച് എത്രയും പെട്ടെന്ന് ഒരു ദന്തരോഗ വിദഗ്ധൻ്റെ അടുത്ത് എത്തുക. ഇളകിപ്പോയ പല്ല് എത്രയും വേഗം തിരികെ വെച്ചാൽ അത് രക്ഷിക്കാൻ സാധ്യത കൂടുതലാണ്. പല്ല് പൊട്ടുകയോ ചുണ്ടിൽ മുറിവുണ്ടാകുകയോ പോലുള്ള മറ്റ് പരിക്കുകൾക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകുകയും വീക്കം കുറയ്ക്കാൻ തണുത്ത തുണി വയ്ക്കുകയും ചെയ്യുക. അതിനുശേഷം എത്രയും വേഗം ദന്തരോഗ വിദഗ്ധൻ്റെ സഹായം തേടുക. ഒരു ദന്താശുപത്രിയിൽ ലഭിക്കുന്ന ചികിത്സ പരിക്കിൻ്റെ തരത്തെയും ഗുരുതരമായ അവസ്ഥയും ആശ്രയിച്ചിരിക്കും. മുൻവശത്തെ പല്ല് ഒടിഞ്ഞാൽ പല്ലിന് എത്രമാത്രം ക്ഷതമേറ്റു എന്നതിനെ ആശ്രയിച്ച് ചികിത്സാ മാർഗങ്ങൾ വ്യത്യാസപ്പെടും. പല്ലിൻ്റെയും ചുറ്റുമുള്ള എല്ലിൻ്റെയും പരിക്ക് എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ദന്ത ഡോക്ടർ ആദ്യം ഒരു എക്സ്റേ എടുക്കുകയോ സ്കാനിംഗ് നിർദ്ദേശിക്കുകയോ ചെയ്യാം. ഒരു ചെറിയ ഭാഗം മാത്രമാണ് പൊട്ടിപ്പോയതെങ്കിൽ പല്ലിൻ്റെ നിറമുള്ള കോമ്പസിറ്റ് ഫില്ലിംഗ് എന്ന ലളിതമായ ചികിത്സയിലൂടെ പല്ലിൻ്റെ സ്വാഭാവിക രൂപം പുനഃസ്ഥാപിക്കാൻ കഴിയും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിലൂടെ ചികിത്സ സാധ്യമാകുന്നു. ഒടിവ് കൂടുതലാണെങ്കിൽ പല്ലിൻ്റെ മജ്ജയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ പല്ലിൻ്റെ മുൻഭാഗം മൂടുന്ന നേർത്തതും പ്രത്യേകം നിർമ്മിച്ചതുമായ ഒരു ആവരണം ഉപയോഗിക്കാം. ഇതിനെയാണ് വെനീർ എന്ന് പറയുന്നത്. പല്ലിൻ്റെ ഉൾഭാഗത്തുള്ള പൾപ്പ് അല്ലെങ്കിൽ മജ്ജയ്ക്ക് ക്ഷതമേറ്റ് ഗുരുതരമായ ഒടിവിന് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരാം. അതിനുശേഷം പല്ലിനെ സംരക്ഷിക്കാനും പുനഃസ്ഥാപിക്കാനും ക്രൗൺ ഉപയോഗിക്കാം. പല്ല് പൂർണ്ണമായും ഇളകിപ്പോവുകയും അത് സംരക്ഷിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അതിന് പകരമായി വയ്ക്കാവുന്ന മാർഗങ്ങൾ നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും സാധാരണവും ഫലപ്രദവുമായ ഓപ്ഷൻ ഡെന്റൽ ഇംപ്ലാന്റ് ആണ്. ഇതിൽ താടിയെല്ലിൽ ഒരു ചെറിയ ടൈറ്റാനിയം പോസ്റ്റ് വയ്ക്കുന്നു. അത് പല്ലിൻ്റെ വേരായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം അതിനു മുകളിൽ പ്രത്യേകം നിർമ്മിച്ച ക്രൗൺ വയ്ക്കുന്നു. ഇത് സ്ഥിരവും സ്വാഭാവികമായി കാണുന്നതുമായ ഒരു പരിഹാരമാണ്. മറ്റൊരു ഓപ്ഷൻ ഡെന്റൽ ബ്രിഡ്ജാണ്. ഇത് സമീപത്തുള്ള പല്ലുകളെ താങ്ങുകളായി ഉപയോഗിച്ച് ഒരു പകരപ്പല്ല് ഉറപ്പിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തു മാറ്റാവുന്ന ഒരു ഭാഗിക ഡെഞ്ചറാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കായിക പ്രകടനത്തിൻ്റെ മറ്റു വശങ്ങൾ പോലെ തന്നെ നിങ്ങളുടെ ദന്താരോഗ്യത്തിനും മുൻഗണന നൽകുക. പുഞ്ചിരി ഒരു ശക്തമായ കാര്യമാണ്. അത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ദന്തരോഗ വിദഗ്ധനുമായി മൗത്ത് ഗാർഡുകളെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങളുടെ കായിക വിനോദത്തിന് അനുയോജ്യമായ സംരക്ഷണ ഉപകരണങ്ങൾ എപ്പോഴും ധരിക്കുക. വേദനയും വലിയ ചെലവും ഉണ്ടാക്കുന്ന പരിക്കുകൾ തടയാനുള്ള ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗമാണിത്. സുരക്ഷിതരായിരിക്കുക. നിങ്ങളുടെ പുഞ്ചിരി സംരക്ഷിക്കാൻ മറക്കരുത്. എന്താണ് സ്പോർട്സ് ഡെന്റിസ്ട്രി? ഡോക്ടർ സുനിൽ ബാബു സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രകാശധാര